ഞങ്ങൾ അകന്നു പോയാൽ മാത്രമേ ഇവിടെ വിദ്യാർത്ഥികൾക്ക് കണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയതിൻ്റെ പേരാണ് അങ്ങനെ ഉണ്ടായത്. ഇപ്പോൾ കണ്ടല്ലോ, അത് കാന്തപുരം AP ഉസ്താദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു സംസാരമാണ്. അദ്ദേഹം സംസ്ഥ പിളർന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, സംസ്ഥ പിളർന്നത് 1989 സംസ്ഥ പിളർന്നത്. അവിടുന്ന് അങ്ങോട്ട് AP-യും EK-യുമായി രണ്ട് വിഭാഗങ്ങളായി വലിയ തോതിൽ മത്സരങ്ങളുമായി പള്ളികളും മദ്രസകളും അതുപോലെ തന്നെ മറ്റെല്ലതും വേറെ വേറെയായി വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ നമ്മൾ കാണുകയുണ്ടായി. ഈ പിളർപ്പ് തീർത്തും ഭൗതികമായ അവരുടെ താല്പര്യങ്ങൾ തന്നെയായിരുന്നു എന്ന് എക്കാലത്തും നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇന്ന് അതുമായി ട്ടുള്ള ചില സംസാരങ്ങൾ, അതിൽ ചില ശക്തികൾ, ബാഹ്യശക്തികൾ അതിൽ കടന്നു കയറി പിളർപ്പുണ്ടാക്കി എന്ന് പറയുന്നൊരവസ്ഥ, അത് പിന്നെ അതിൽ ഉന്നം വെക്കുന്നത് സലഫികളെ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുറൈ സലഫി, സത്യത്തിൽ ഈ ഒരു വാദം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുംഭസാരം പോലെയുള്ള ഈ ഒരു സംസാരം എന്താണ് ഈ പിളർപ്പിൻ്റെ സത്യാവസ്ഥ? ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തസ്ലീമൻ കസീറ. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ സമസ്ത പിളർന്നു. ആ പിളർപ്പിന് ശേഷം 8 നിലയിൽ പൊട്ടി വ്യത്യസ്ത കക്ഷികളായി, ഒരുപാട് യുവാങ്ങളായി, ഒരുപാട് ത്വരീക്കത്തുകളും അതേപോലെ തന്നെ ഓരോരോ മുസ്ലിയാക്കന്മാരും ഓരോരോ പാർട്ടിയായിട്ട് നൗഷാദിനെ പോലെയുള്ള ആളുകൾ അത് ആ നിലക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാനുള്ളൊരു ഒരു ഒരു പിന്നെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇങ്ങനെ ഒരു സമസ്ത ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരമാണ് സമസ്ത ഉണ്ടാക്കിയത്. സമസ്ത ഉണ്ടാക്കിയതിന് ശേഷം രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് കാത്തുനിന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിന്നതാണ് എന്നാണ് സമസ്ത രൂപീകരണത്തെക്കുറിച്ച് അവർ സാധാരണ പറയാറുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശീർവാദവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാവിധ നിർദ്ദേശവും ഉപദേശക സമിതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറഞ്ഞ ഒരു സമസ്ത ഈ കോലത്തിൽ പിളരാൻ പാടില്ലല്ലോ. ഈ നിലക്ക് ആകാൻ പാടില്ല. എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ സലഫികളുടെ അഥവാ കാന്തപുരം ഇപ്പോൾ വളരെ വൈകാരികമായിക്കൊണ്ട് ഈ ഒരു 94-95 വയസ്സായി അദ്ദേഹത്തിന്, ഈ സമയത്തും ഇങ്ങനെ സമൃദ്ധമായി കളവ് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ പിന്നെ ഇതിൻ്റെ പിളർപ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറഞ്ഞാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരായിരുന്നു. അത് ചരിത്രം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. എന്ന് മാത്രമല്ല, കാന്തപുരവും അതേപോലെ തന്നെ CM അടവൂരും ഉള്ളാൾ തങ്ങളും അതേപോലെയുള്ള അവരുടെ ഔലിയാക്കളും അതേപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ മഹത്തുക്കളൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ എഴുത്തുകളൊക്കെ കാലങ്ങളിലായിക്കൊണ്ട് ഏത് സുന്നികൾക്കും അറിയുന്ന, സംസ്കാർക്ക് അറിയുന്ന കാര്യമാണത്. എന്ന് മാത്രമല്ല, ഇത് ഇപ്പം നമ്മളിത് ചർച്ചക്കെടുക്കാനുള്ള കാരണം, എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇതിൽ പ്രവർത്തിച്ചത് സലഫികളാണ് എന്ന് പറഞ്ഞ് സലഫികളുടെ പേരിടയിൽ കെട്ടിവെക്കണം. അതുകൊണ്ടാണ് നമ്മളിത് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അല്ലാതെ വിദേഹത്തിൻ്റെ രണ്ട് കക്ഷികൾ പരസ്പരം പിളർന്ന് എന്തോ ആയി പോകുമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ അല്ല. അപ്പോൾ പിന്നെ സത്യത്തിൽ ഇവിടെ ഇപ്പോൾ CM ഇത് സലഫികളുടെ ഒരു പ്രവർത്തനം കൊണ്ടാണെങ്കിൽ, അപ്പോൾ ഇവർ AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം പിന്നെ വലിയാണ്, അവരുടെ വലിയമാരുടെ മുഷാവറ അംഗത്തിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. അതേപോലെ തന്നെ EK, അദ്ദേഹം ഖമറുൽ ഉലമ, അദ്ദേഹം വലിയാണ്. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ലോകം നിയന്ത്രിക്കുന്ന ആളാണ് CM അടവൂർ. അപ്പോൾ ഓരൊക്കെ പറയണ്ടേ ഇത് നമ്മൾ പിളരാൻ പാടില്ല, ഇത് സലഫികളുടെ പ്രവർത്തനമാണ്, നമ്മളതിൽ വശംവദരാകാൻ പാടില്ല, വീണെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇത് ഒരു ദിവ്യശക്തിയാൽ മുൻകൂട്ടി കണ്ട് ഒരു പരസ്പരം ജനങ്ങളെ ഇതിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർത്തിയാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് സലഫികളുടെ പിന്നെ നിസ്സാരമായ പ്രവർത്തനത്തിൽ വീണു എന്നുള്ള സമ്മതിക്കലാണ് ഇപ്പോൾ ഇത്. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇവരെ പിളർപ്പുണ്ടായി. ഞാൻ പറഞ്ഞു, ഈ പിളർപ്പിൻ്റെ പിന്നിലുള്ളത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാൻ്റെ കീഴിലുള്ള ഒരു ഉപജാക സംഘമായിരുന്നു, യാതൊരു സംശയമല്ല. എന്തെല്ലാം ഉണ്ടായി, എന്തെല്ലാം മഹല്ലുകൾ രണ്ടായി, അതേപോലെ തന്നെ പള്ളികളും മദ്രസകളും രണ്ടായി പിരിഞ്ഞു. മദ്രസകൾക്കിടയിൽ ഇടച്ചുമര് വന്നു, ഏക്കക്കാർക്ക് ജാറങ്ങളുടെ പേരിൽ അടികളുണ്ടായി. ജാറങ്ങൾ പിന്നെ ഇന്ന കൂട്ടരുതാണ് എന്നുള്ളത് കാരണം സാമ്പത്തികമായ സോഴ്സാണ്. അതിന് പിന്നെ ലക്ഷങ്ങളുടെ കോടികളുടെ തന്നെ പിന്നെ കേസ്, പള്ളികൾക്ക് വേണ്ടി മദ്രസകൾക്ക് വേണ്ടി ജാറങ്ങൾക്ക് വേണ്ടി വാപ്പയും മകനും രണ്ടായി. തൊലാക്ക് വരെ സംഭവിച്ചു. മഹല്ലുകളിൽ കത്തിക്കുത്തുണ്ടായി. വയനാട് ഒരാൾ പിന്നെ ശക്തമായി പിന്നെ മാരകമായ ആൾ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുവരെ അത് മരണപ്പെട്ടു. ഇതൊക്കെ ഇതിൻ്റെ പേരിലുണ്ടായതാണ്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി ഇങ്ങനെ. അതേപോലെ ഒരുപാട് പരസ്പരം കാഫിറാക്കുന്ന പ്രവർത്തനങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ പിന്നെ ഈ സാമ്പത്തിക ക്രമക്കേടുകളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായി.
എന്ന് മാത്രമല്ല പെരുന്നാൾ പോലും മുസ്ലിമീങ്ങൾ സന്തോഷിക്കേണ്ട, അഥവാ മുഅ്മിനീങ്ങൾ പരസ്പരം സന്തോഷിക്കേണ്ട പെരുന്നാളും നോമ്പും രണ്ടായി. ഒരേ വീട്ടിൽ തന്നെ സമസ്തക്കാർ ഒരാൾക്ക് ഒരു നോമ്പ്, ഒരാൾക്ക്. ഇതിൻ്റെ പിന്നിൽ ആരാണ്? ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ശരിക്കും അവർ പിന്നെ ഓരോ ചരിത്രങ്ങൾ പരിശോധിക്കുന്ന ആർക്കും അറിയാം. എ.പി. അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സംഭവമാണ്. അദ്ദേഹം സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, അദ്ദേഹം പിന്നെ സമസ്തയിലെ ഒരു മുഖ്യ ബോഡികളൊക്കെ വന്നു, അഥവാ ശരിയായ പിന്നെ സമസ്തയുടെ ബോഡികളിലൊക്കെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സംഘത്തിന് കുറേ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ കുറേ ഉന്നത സ്ഥാനങ്ങളിൽ എത്തണം, അദ്ദേഹത്തിന് നേതൃസ്ഥാനത്ത് വരണം. അപ്പോൾ അതിന് എങ്ങനെയെങ്കിലും അത് പിടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെ സമസ്തയിൽ തന്നെ പല മുസ്ലിം അത് ഉള്ളാൾ തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ അദ്ദേഹം വറുതിയിലാക്കി. അതിൻ്റെ മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, സമസ്തക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവണം എന്ന് 1979 മുഷാവർക്ക് ഒരു നിവേദനം കൊടുക്കണം. സമസ്തക്ക് രാഷ്ട്രീയ പാർട്ടി വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ലീഗ് അവിടെ ഉണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു പാർട്ടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി യുവ സംഘടന അവർ രാഷ്ട്രീയ പാർട്ടിയാക്കിയിട്ട് പ്രഖ്യാപിക്കണം. പക്ഷേ അത് മുഷാവർ അത് തള്ളിക്കളഞ്ഞു. പക്ഷേ ഈ സംഘം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കളികൾ കളിക്കാൻ തുടങ്ങി. ഇവരുടെ സമസ്തയുടെ ഔദ്യോഗിക പേജുകളും ഔദ്യോഗിക സ്റ്റേജുകളിലൂടെയും ലീഗിനെ കുറ്റം പറഞ്ഞു തുടങ്ങി. അത് ഇയാൾ എന്തായാലും ചെയ്തതെന്ന് വെച്ചാൽ, ലീഗിനെ അങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സമസ്തയിൽ തന്നെ ലീഗ് വിരോധികളായിട്ടുള്ള ആളുകളുണ്ടാവും, അയാൾ കയ്യിൽ പിടിക്കുക, അവരെ കയ്യിലെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുറേ ആളുകളെ, കുറച്ച് പണ്ഡിതന്മാരെയും കുറേ അണികളെയൊക്കെ ഇയാൾക്ക് എടുക്കാൻ കഴിഞ്ഞു. എന്നിട്ട് ഇയാൾ ഇവരെ വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എങ്ങനെയെങ്കിലും പിളർത്തി ഇയാൾക്ക് എന്താക്കണം, ഇയാൾക്ക് അധികാരവും അതേപോലെ തന്നെ ഇയാളെ നേട്ടങ്ങളൊക്കെ നേടണം. 100% സമസ്തയുടെ പിളർപ്പ് പിന്നെ ഭൗതിക ലക്ഷ്യം വെച്ചായിരുന്നു. ഒരു ആദർശം പറയാനില്ലല്ലോ. എന്താണ് രണ്ട് സമസ്തക്കാരുടെ ആദർശ വ്യതിയാനം? ഇപ്പോൾ പല സംഘടനകളിലും വ്യതിയാനം ഉണ്ടാകുമ്പോൾ ആദർശപരം ഇന്ന പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിന് വിശദീകരണം കൊടുക്കാറുണ്ട്. ഇവരിൽ എന്താണ് ആദർശപരമായ പ്രശ്നം? ഒന്നും പറയാനില്ല. ഇവരെ തന്നെ സമ്മതിക്കുന്ന സംഗതിയാണ്, ആദർശപരമായ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഐക്യത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ പിന്നെ ഐക്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ നമുക്ക് ആദർശ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ആ വിഷയത്തിൽ എന്താ ഒത്തുതീർപ്പാക്കേണ്ട ചർച്ച വരും? അതൊന്നുമില്ലല്ലോ, നമുക്ക് ഒന്നാകാന്നുള്ള ചർച്ച. അപ്പോൾ 100% ഇവർക്ക് സംഘടന പിടിച്ചെടുക്കലും സാമ്പത്തിക ലാഭവും രാഷ്ട്രീയ ലക്ഷ്യമൊക്കെ ആയിരുന്നു. അങ്ങനെ ലീഗിനെ കുറ്റം പറഞ്ഞു എത്രത്തോളം തന്നെ എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, എന്ത് പിന്നെ ലീഗ് പേച്ച പാർട്ടിയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ അത് പരസ്യമായി പിന്നെ പ്രസംഗിക്കുന്നതും ഒക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഇത് പിളർത്താനൊരു തക്ക് നിൽക്കുന്ന സമയത്താണ് ഈ സമസ്ത പിന്നെ പൗരത്വ ഈ ഇതുമായി ബന്ധപ്പെട്ട്, അഥവാ നമ്മുടെ ശരീഅത്ത് പ്രശ്നവുമായി ബന്ധപ്പെട്ട് പിന്നെ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ബുദ്ധി കക്ഷികളുമായി വേദി പങ്കിട്ടു. അന്ന് നമുക്കറിയാം, മുസ്ലിങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട, സമസ്തയുടെ പിന്നെ ഏതും കുറച്ചൊക്കെ ഒരു അന്തവും അതേപോലെ തന്നെ ബുദ്ധിയുള്ള ഏത് മതപണ്ഡിതന്മാരാണെങ്കിലും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള നിലയ്ക്ക് അത് സമസ്തയുടെ ലക്ഷ്യം തന്നെയാണ്. ആ നിലയ്ക്കൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തന്നെയാണ്. ആ പേരും പറഞ്ഞിട്ട് ഇവർ ഫിത്ന ഉണ്ടാക്കി. അങ്ങനെ അതിൻ്റെ ശേഷം എന്ത് ചെയ്തു, അവരുടെ പിന്നെ കണ്ണിയത്തും അതേപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവരെ 6 ആളുകളെ പുറത്താക്കി. ആ പുറത്താക്കിയതിന് ശേഷം ഇവരെ പാർട്ടി ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് ഇയാൾ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ശരിയാവണ്ണം കളിച്ചിട്ടുള്ളത് കാന്തവരും അതേപോലെ തന്നെ പിന്നെ ഈ ഉള്ളാർത്ഥങ്ങളും ഇതിനുള്ള CM അടൂരൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ഒരു 2 സംസാരങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അതിന് മുമ്പ് ഇപ്പോൾ ഈ വിധേയികളുമായി സ്റ്റേജ് പങ്കിട്ടു എന്ന് പറഞ്ഞു. ഇതാരാ പറയുന്നത്? കാന്തപുരം പറയണം. പക്ഷേ ഈ കാന്തപുരം തന്നെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് എറണാകുളം ജില്ലയിൽ വളരെ വലിയൊരു സമ്മേളനത്തിൽ അദ്ദേഹം ഈ പറയപ്പെട്ട രീതിയിൽ ഓരോ ഭാഷയിൽ പറഞ്ഞ വിധേയത്തിൻ്റെ കക്ഷികളുടെ കൂട്ടത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വേദി പങ്കെടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ വെറുതെ കാരണങ്ങൾ പറയാണ് ഉണ്ടായത്. അപ്പോൾ ആരാണ് പിളർത്തിയത്, ആരാണ് 2 കൂട്ടരുകൾ ശരി തിരിച്ചത്, അതിനുവേണ്ടി പണിയെടുത്തത്? നമുക്ക് ഉള്ളാൾ തങ്ങളുടെ ഒരു സംസാരം ഒന്ന് കേൾക്കാം. ധനമളിക്കിൻ്റെ ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു, ഇപ്പോഴെല്ലാം മിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയില്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ ഹക്കിൻ്റെ മേൽ അടിയുറച്ചു നോക്കണം. അപ്പം നമ്മുടെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിൻ്റെ മേൽ അടിയുറച്ചു നോക്കണം. വീണ്ടും അപ്പോൾ കണ്ടില്ലേ, ഉള്ളാൾ തങ്ങൾ CM അടൂരെ കാണാൻ പോയതാണ്. എന്നിട്ട് പോയി പറഞ്ഞു, എന്തൊക്കെയാണ് ആകപ്പാടെ പ്രശ്നമല്ലേ, കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും പിളർപ്പും. ഏത് റസൂൽ ഉണ്ടാക്കിയ പാർട്ടിയിലാണ് ഇപ്പോൾ ഇത്. ആരോടെ പറയണത്? ഒരു വലിയ വേറൊരു വലിയനോട് പറയാണ്. അപ്പോൾ ഈ 2 വലിയന്മാർക്കും ജാറുണ്ട്. അപ്പോൾ വലിയ പ്രശ്നമല്ലേ, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടിലായിട്ട് ആയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഹക്കിൻ്റെ മേൽ അൻതാലൽ ഹക്കിൻ്റെ മേൽ ഉറച്ചു നിൽക്കണം. ഹക്കിൻ്റെ മേലിലാണുള്ളത്. അപ്പോൾ ആരെ കൂടെയാണ്? എപിൻ്റെ കൂടെയാണ്. അപ്പോൾ എപിൻ്റെ കൂടെയാണ് ഹക്ക് എന്ന് ആരാ പറയണത്? CM അടൂരാ പറയണത്. നോക്കണം നിങ്ങൾ. അപ്പോൾ CM അടൂർ എപിൻ്റെ കൂടെ നിൽക്കണമെന്നും പിന്നെ അതാണ് ഹക്ക് എന്ന് പറഞ്ഞ്
അത് ജനങ്ങൾക്ക് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട വേറൊരു വലിയ പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ അർത്ഥം എന്താ? ആരാ വിഭാഗീയത ഉണ്ടാക്കുന്നത്? ഇതേപോലെ തന്നെ കർണാടകയിലെ ഇവർ സാധാരണ ഇപ്പോൾ കൊണ്ടെടുക്കുന്ന ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പിന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് CM ഇബ്രാഹിം എന്ന് പറഞ്ഞ കർണാടകയിലെ ഒരു മന്ത്രിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് കൂടി നമുക്ക് എടുക്കാം. അന്ന് എറണാകുളത്തുള്ള സന്ദർഭത്തിൽ ഞാൻ AP-ന്റെ കൂടെ അല്ല, അന്നും ഞാൻ സ്നേഹിച്ചത് EK ഉസ്താദിനെയാണ്. ഷേഖുന മടൂർ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറൽ അസീസ് മകനെക്കാട്ടി അധികം എന്നെ സ്നേഹിച്ചിരുന്നു മഹാനവർകൾ. കുട്ടിച്ചേര പോയി. ഞാൻ വളരെ സന്തോഷത്തോടെ എറണാകുളം ഒരു സമ്മേളനമുണ്ട്, അത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നില്ല, EK ആയിരിക്കും വിജയിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വലിയുള്ളാഹി മടൂർ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറൽ അസീസ് ഉടനെ എണീച്ചിരുന്നു. പറഞ്ഞേ തോബ ചെയ്യുക, തോബ ചെയ്യുക. മുഖം ചുവന്നുപോയി. ഞാനും എല്ലാം കൂടി പേടിച്ച് ഞാൻ പറഞ്ഞു, തോബ ചെയ്തു മുസ്ലിയാരെ, എന്താണ് നിങ്ങൾ പറയുന്നത്? EK നിങ്ങൾ അമ്മാമനല്ലേ? പറഞ്ഞു, ഉള്ളാളം തങ്ങൾ AP വിഭാഗം ഹക്കാണ്, ഉള്ളാളം തങ്ങൾ AP വിഭാഗം ഹക്കാണ്, ഹക്ക് ഹക്കാവും. കണ്ടില്ലേ? അപ്പോൾ ഇദ്ദേഹം മടവൂരിൽ കാണാൻ പോയതാണ്. അപ്പോൾ ഇവർ പിളർപ്പിന് ശേഷം ഒന്നാമത്തെ സമ്മേളനം AP-യുടെ സമ്മേളനം എറണാകുളത്ത് നടക്കുകയാണ്. ഇയാളൊന്ന് എന്ത് പറഞ്ഞു? EK-ൻ്റെ സമ്മേളനം വേറെ സ്ഥലത്തുണ്ട്, അപ്പോൾ പിന്നെ അതാണ് വിജയിക്കാൻ തോന്നുന്നു, അഥവാ ശരിയായ സമസ്തയുടെ സമ്മേളനമാണ് വിജയിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ തൗബ ചെയ്യുക, അത് ശരിയല്ല, നിൽക്കുന്ന നിലപാട് ശരിയല്ല, ഞാൻ EK-ൻ്റെ ആളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയല്ല, AP-ൻ്റെ സമ്മേളനത്തിന് പോകണം. എന്നിട്ട് അതിൻ്റെ ശേഷം അയാൾ പറയുന്നുണ്ട്, എനിക്ക് രാഷ്ട്രീയമായ ഭയങ്കര അസമ്മർദ്ദമൊക്കെ ഉണ്ടായി, EK-ൻ്റെ സമ്മേളനത്തിനാണ് പോകേണ്ടത്, പക്ഷേ എനിക്ക് വലുത് CM മടവൂരാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ EK-ക്കാരും വലിയ വടച്ചവനായി കൊണ്ടെടുക്കുകയാണ് CM മടവൂരിന്. ഈ CM മടവൂരാണ് AP-ൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങളും വിവാദികളുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലിപ്പിൽ നമ്മൾ വിശദീകരിക്കാൻ വിട്ടുപോയതാണ് സംഗതിയാണ്. EK അബൂബക്കർ മുസ്ലിയാർ കാഫിറാണ് എന്നാണ് CM മടവൂർ കാഫിറാണ്. അപ്പോൾ കഫറിൻ്റെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ട് ഇതൊക്കെ സലഫികളുടെ മേലിൽ കെട്ടിവെക്കാൻ, പെരടിയിൽ കെട്ടിവെക്കാൻ ശ്രമം നടത്തുകയാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ ഈ ഒരു ഇന്നലെ പിന്നെ ബഷീർ ഫൈസ് കൊടുത്തായിട്ട് അദ്ദേഹം പിന്നെ EK സമസ്തയിലുള്ള ആളാണ്. അപ്പോൾ ഈ അമ്പലക്കടവ് പോലൊക്കെ പിന്നെ ഈ പിളർപ്പിനെ കാന്തപുരത്തിൻ്റെ ഈ സംസാരത്തെ അനുകൂലിച്ച് ഇപ്പോൾ കാന്തപുരത്തിന് കൂടെ കൂടാം, കാരണം നമുക്കറിയാം ആഭ്യന്തര പ്രശ്നങ്ങളാണ്, ഷജറ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ബഷീർ ഫൈസിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അദ്ദേഹം പറയുന്ന വളരെ രസകരമായ ചില സംഗതികളുണ്ട്. ഷംസുൽ ഉലമയെ പെട്ട പ്രതിയാക്കി ഐക്യമോ, സമസ്ത ഭിന്നതയിൽ ബാഹ്യശക്തിയോ. അപ്പോൾ ബാഹ്യശക്തികൾ ഉണ്ട് എന്നാണല്ലോ ഇപ്പോൾ AP പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ബാഹ്യശക്തികളുണ്ടോ? എന്നിട്ട് അതിങ്ങനെ പറയാണ്, കണ്ണിയത്ത് ഉസ്താദും ഷംസുൽ ഉലമയൊക്കെ അങ്ങേയറ്റം ക്ഷമിച്ചു, കാന്തപുരത്തിൻ്റെ കുത്തിത്തിരിപ്പ് അങ്ങേയറ്റം ക്ഷമിച്ചു. അങ്ങനെ അവസാനം ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടതിന് ശേഷമാണ് പോലും അദ്ദേഹത്തെ പുറത്താക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുത്തിത്തിരിപ്പാണ്, അല്ലാതെ ബാഹ്യശക്തികളല്ല. അങ്ങനെ ബാഹ്യശക്തികളാണ് എന്ന് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ അത് പിന്നെ ഈ സലഫികൾക്ക് അവരുടെ പ്രവർത്തനം വിജയിച്ചു എന്ന് അംഗീകരിച്ചു കൊടുക്കലാണ്. ഇത്ര കാലം സമസ്തക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല, അതോ അന്ന് പിളരുന്ന സമയത്തും ഉണ്ടായിട്ടില്ല, 100 കൊല്ലം കഴിയുമ്പോൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പോൾ വെറുതെ അതിന് പിന്നെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് അന്ന് പിളർന്ന് പോയത് ശരിയായില്ല എന്ന് തോന്നില്ല, നിങ്ങൾ തിരിച്ചു വരികയാണ് വേണ്ടത്. തീർച്ചയായിട്ടും തിരിച്ചു വരികയാണ് വേണ്ടത്. അവസാനം മൂപ്പര് പറയുന്നുണ്ട്, കബളിപ്പിക്കപ്പെട്ടു വിധേയപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വയം ബലഹീനതയുണ്ടെന്ന് അംഗീകരിച്ചു കൊടുക്കലാണ്. എന്നിട്ട് അവസാനം മൂപ്പര് പറയാണ്, മുഖം പൊത്താം, അത് ഉടുമുണ്ട് പൊക്കിയാവരുത്. അപ്പോൾ നമ്മൾ എല്ലാവിധം നിലവിലും കളഞ്ഞിട്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു എഴുത്തുകൂടി കാണാൻ ശ്രദ്ധിക്കാനുണ്ട്. ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ പിളർന്നില്ല എന്നുള്ള നമ്മുടെ വിഷയമല്ല. അവർ ഈ വിധത്തിനും കുഫർ ഉണ്ടാക്കാനാണ് ഇവിടെ ആര് പിളർന്നാലും എത്ര ആയാലും അതിനവർ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഷമീർ മൗലവി, ഇതിൽ എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? പിന്നെ ഇതിൽ ബിസ്മില്ലാ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നമ്മളാണതിൽ ശരിക്കും പിന്നെ പിളർത്തിയെന്നുള്ളൊരു ഒരു ധ്വനി അതിലുണ്ട്, ആ വാചകത്തിലുണ്ട്. അപ്പോൾ അതല്ല എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമാണ്. കാരണം നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ബിദഅത്തിൻ്റെ കക്ഷികളാണ്, യഥാർത്ഥ അഹ്ലുസുന്നയിലല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് സലഫികൾ. എന്നാൽ നേരത്തെ ഷറീഫ് സലഫി സൂചിപ്പിച്ചതുപോലെ ഒരു മുസ്ലിം ഉമ്മത്തിൻ്റെ പൊതുവിഷയങ്ങളിലൊക്കെ ഒരുമിച്ച് നിൽക്കണമെന്ന നിലപാട് മുമ്പ് കാലത്തും ഇന്നും നിലവിലുണ്ട്. അതിൽ നിന്ന് മാറി നിന്നത് കാന്തപുരം വിഭാഗം മാത്രമാണ്. പക്ഷെ അവരിപ്പോൾ ഈ ഒരു സമയത്ത് കുറേയൊക്കെ ചില പ്രോഗ്രാമുകളിലൊക്കെ അവരെന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. നമ്മളതിന് അത്തരം വിമർശനങ്ങളൊക്കെ ഒന്നും പോകുന്നില്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് ബിദഅത്തിൻ്റെ കക്ഷികളാണ് എന്ത് ചെയ്തത്, അവർ പിരിഞ്ഞു. പക്ഷേ ഇസ്ലാമിൽ ഇത് വലിയ ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം ചോദിക്കാം എന്ന് പച്ചക്ക് പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനെതിരായി പലതും പ്രവർത്തിക്കുന്ന ഒട്ടനവധി ബിദഅത്തുകൾ ചെയ്യുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ഇന്നത്തെ ഈ സമസ്ത. ഏത് വിഭാഗമായാലും അല്ലെ 2, 3 എത്ര വിഭാഗങ്ങളൊക്കെ അതാണ്, ആ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. പക്ഷെ നമ്മളിത് അഡ്രസ്സ് ചെയ്യാൻ കാരണം പിന്നെ അവരെന്തായാലും ഐക്യപ്പെടുകയാണെന്ന് പറയുന്നത്, സമസ്ത ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഇസ്ലാമിലൊരു ഐക്യമുണ്ട്.
നമുക്ക് പറയാനുള്ള പോയിൻ്റ് അതാണ്. നമ്മൾ ശരിക്കും ഇവിടെ കേരളത്തിൽ മുസ്ലിങ്ങളൊക്കെ ഒരു വിഭാഗമായിരുന്നു. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മുൻഗാമികളായ ആളുകൾ, നമ്മുടെ സെൽഫികളുടെ നേതാക്കന്മാർ, അവരിവിടെ ഒരു ഐക്യസംഘമൊക്കെ ഉണ്ടാക്കി അവർ പ്രവർത്തിക്കണം. അതിൽ നിന്ന് തെറ്റിപ്പോയ ആൾക്കാരാണ് അവർ. അപ്പോൾ ശരിക്കുള്ള ഐക്യം എവിടെ ഉണ്ടാകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഐക്യത്തിലേക്കാണ് അവർ വരേണ്ടത്. ഭിന്നിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമം, വളരെ അടിസ്ഥാനപരമായ നിയമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല സ്ഥലത്ത് വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വഅതസിമു ബിഹബിലില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഷ ദീനിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. പണ്ഡിതന്മാർ ധാരാളം വിശദീകരിച്ചൊരു മേഖലയാണ് ഖുർആനാണ്, ഖുർആൻ അനുസരിച്ച് ജീവിക്കണം, അതേപോലെ തന്നെ ദീനാണ്. പല മുഫസ്സിറുകളും പല വ്യാഖ്യാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും ഇതിൻ്റെ അസൽ. ദീനിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? ഇവർ മടങ്ങേണ്ടത്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മുടെ സമസ്തയുടെ സഹോദരങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ഐക്യപ്പെടേണ്ടത് എന്തിൻ്റെ പേരില്ല? ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങി ഐക്യപ്പെടുക. ഒരു കാര്യം ഉറപ്പാണ്, അവരിന്ന് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എന്തല്ല, ഖുർആനിലുള്ളതല്ല, സുന്നത്തിലുള്ളതല്ല എന്നുള്ളത് കൃത്യമാണ്. അത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ശരിക്കും പിന്നെ കൊട്ടപ്പുറം സംവാദത്തിൽ അദ്ദേഹം അവിടെ വെച്ച് ഒരുപക്ഷെ ലോകത്തൊരു മനുഷ്യനും പറയാത്തൊരു വാദം എന്താണ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആയത്ത് ഓതിയിട്ടുണ്ട് എന്ന് പിന്നെ OM തരുവൻ എഴുതിയ പുസ്തകത്തിൽ, കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദം എന്ന് പറയുന്ന പുസ്തകത്തിൽ, അഥവാ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന ആദർശത്തിനെതിരെ പറഞ്ഞ ആളാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ പറയുന്ന ഐക്യം ശരിക്കും ഒരു എന്താണ്, അതൊരു ശരിയായ രീതിയല്ല. യഥാർത്ഥ ഐക്യം എന്താണ്? ആ ആശയം ഒഴിവാക്കി അവർ വിശുദ്ധ ഖുർആനിലേക്ക് വരിക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് വരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഐക്യം. അങ്ങനെ നമ്മൾ ഐക്യപ്പെടുന്നത്. കേരളത്തിൽ മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടേണ്ടത് എങ്ങനെയാണ്? ഖുർആനിലേക്കും സുന്നത്തിലേക്കും വന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വഴി എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. ചരിത്രം ചരിത്രത്തിൻ്റെ ഏറ്റവും നല്ല തെളിച്ചമുള്ള സമയത്ത് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ് സമസ്തയുടെ പിളർപ്പും ഇപ്പോൾ നടക്കുന്ന ന്യായീകരണങ്ങളിൽ നിന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക.